never break, always fight, never quit, do it right, play the game, win it life, have no shame, there's no time, feel the pain, live the grind, I could change. Hi friends, assalamu alaikum, welcome back to our channel. ഇന്നിതാ ഞാൻ വൈകുന്നേരത്തെ കാര്യങ്ങളാണ് കാണിക്കുന്നത്. രാവിലത്തെ ഒന്നും വീഡിയോ എടുത്തിട്ടില്ല, കാരണം എനിക്കിന്ന് ക്ലാസ്സുള്ള ദിവസമായിരുന്നു. ഞാൻ ഇതിന് മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ മാസത്തിൽ 2 ക്ലാസ് ഉണ്ടാവില്ല എനിക്ക്, അപ്പോൾ അതിന് പോവാറുണ്ട്. അപ്പോൾ ഇന്ന് ഇപ്പോൾ റമദാനായിട്ട് 3 ക്ലാസ് അടുപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ന് ക്ലാസ്സുള്ള ദിവസമായതുകൊണ്ട് രാവിലത്തെ കാര്യങ്ങളൊന്നും കാണിക്കാനും വീഡിയോ എടുക്കാനും എനിക്ക് പറ്റിയിട്ടില്ല. നല്ല തിരക്കായിരുന്നു, രാവിലെ വേഗം പോകാനുണ്ടായിരുന്നു. പിന്നെ അതേപോലെ തന്നെ നോമ്പല്ലാതിരുന്നാൽ 11 മണിക്കാണ് ക്ലാസ് ഉണ്ടാവുക. ഇപ്പോൾ നോമ്പായതുകൊണ്ട് തന്നെ 9 മണിക്കായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് രാവിലത്തെ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തീർത്തിട്ട് പോയതായിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ ഇതാ വൈകുന്നേരമാണ് ഞാൻ അടുക്കളയിലേക്ക് വന്നത്. ഇന്ന് ഞാൻ ആദ്യം പത്തിരിയും പിന്നെ അതേപോലെ കുറച്ച് പൂരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. കുറേ ദിവസമായില്ലേ പത്തിരി തന്നെ ആക്കുന്നത്, അപ്പോൾ എല്ലാവർക്കും കുറച്ചൊന്നും മടുത്തിട്ടുണ്ട്. പക്ഷേ പൂരി മാത്രം ആക്കിയാലും ശരിയാവില്ല, അത്താഴത്തിന് എല്ലാവരും പത്തിരിയാണ് കഴിക്കുക. അപ്പോൾ അതുകൊണ്ട് പത്തിരി ഉണ്ടാക്കണം. ഞാൻ എന്താ കുറച്ച് മുട്ട പുഴുങ്ങാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇതൊന്ന് ഒരു എഗ്ഗ് ബജി ആയിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് മുട്ട പുഴുങ്ങാനായിട്ട് വെച്ചിട്ടുണ്ട്. 6 മുട്ടയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ അതവിടെ പുഴുങ്ങാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ആ പുറത്തെ അടുപ്പത്ത് ഞാൻ പത്തിരിക്കും കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ബീഫ് കറി വെക്കാമെന്നാണ് വിചാരിക്കുന്നത്. ബീഫ് ഒന്ന് വേവിക്കാനായിട്ട് വെക്കുന്നുണ്ട്. ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ഉപ്പും മാത്രം ഇട്ടിട്ടാണ് ഇപ്പോൾ വേവിക്കാൻ വെക്കുന്നത്. അപ്പോഴേക്ക് ഇതാ നമ്മുടെ പത്തിരിപ്പൊടിൻ്റെ വെള്ളമൊക്കെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. പിന്നെ ഇതാ ഞാൻ പൊടി എടുത്തിട്ടുണ്ട്, അതും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കുക കേട്ടോ. ഇത് നമ്മൾ പൊടി ഇട്ട് വാട്ടിയെടുക്കുമ്പോൾ പിന്നെ കുറച്ച് സമയം കുറച്ചൊന്ന് ഇളക്കിയിട്ട് അങ്ങനെ വെക്കുക. കുറച്ച് സമയം ഒന്ന് തീ കുറച്ച് വെക്കുക. അതിനുശേഷം വീണ്ടും നന്നായിട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ. പൊടി ചെറുതായിട്ടൊന്ന് വെന്ത് കിട്ടണം. അപ്പോൾ പത്തിരി നല്ല സോഫ്റ്റ് ആവും. കാരണം അത്താഴത്തിനൊക്കെ കഴിക്കാനുള്ളതുകൊണ്ട് തന്നെ എന്താ പറയുക, നന്നായിട്ട് പൊടി വാട്ടിയെടുത്തിട്ടും അതേപോലെ തന്നെ കുഴച്ചിട്ടൊന്നും ഇല്ലെങ്കിൽ സോഫ്റ്റ് ഉണ്ടാവില്ല കേട്ടോ അത്താഴത്തിന് കഴിക്കുമ്പോൾ. അപ്പോൾ ആ പൊടി വാട്ടിയിട്ട് ഞാനിനി കുഴക്കാനായിട്ട് ഒരു തട്ടിലിട്ട് കൊടുക്കുന്നുണ്ട്. ഇത് കുറച്ചൊന്ന് ചൂടാറിയതിന് ശേഷം വേണം കുഴക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് ചൂടാറാനായിട്ട് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ആ സമയത്താണ് നമ്മൾ പൂരിക്ക് വേണ്ടിയിട്ടുള്ള പൊടിയൊന്ന് എടുക്കുകയാണേ. ഇതാ ഞാൻ 1 കപ്പ് മൈദയും അതുപോലെ തന്നെ 1 കപ്പ് ആട്ടയാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ 2 കപ്പ് മൈദ തന്നെ എടുക്കാം, പക്ഷേ ഞാൻ അധികം ഇങ്ങനെ ചെയ്യുക. പിന്നെ അതേപോലെ തന്നെ 1/4 കപ്പ് റവയും കൂടെ ഇട്ട് കൊടുക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ തീരെ എണ്ണ കുടിക്കില്ല കേട്ടോ. പൂരി നല്ല എന്താ പറയുക നന്നായിട്ട് പൊങ്ങി കിട്ടും ചെയ്യാൻ. അത് നന്നായിട്ടൊന്ന് കൈ വെച്ചിട്ട് മിക്സാക്കി കൊടുക്കുക. അതിനുശേഷം ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടെ ഒഴിച്ച് കൊടുക്കണേ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ആ സമയപ്പോഴേക്ക് പൊടി അത്യാവശ്യം നന്നായിട്ട് ചൂടാറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഒന്ന് കുഴച്ചെടുത്തു. അപ്പോഴേക്ക് പൂരിക്ക് കുഴച്ചിട്ടില്ല കേട്ടോ, അതൊന്ന് മാറ്റി വെച്ചതാണ്. കാരണം പത്തിരിയുടെ പൊടി നന്നായിട്ട് ചൂടാറിയാൽ പിന്നെ കുഴച്ചെടുക്കാൻ പ്രയാസമാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഈ സമയപ്പോഴേക്ക് ഞാനിത് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതാ ഞാൻ ഇതേപോലെ ഒരു കാസറോളിലേക്ക് ഇതുപോലെ ചെറുതായി ഇതാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. കാരണം ഇങ്ങനെ ചെയ്താൽ നമുക്കിതാണ്ട് അടച്ച് വെച്ചാൽ നമുക്ക് എപ്പോൾ പരത്താനാണെങ്കിലും കുഴപ്പമില്ല. ഇനിയിപ്പോൾ അസർ നിസ്കരിച്ചതിന് ശേഷം പരത്തിയെടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഇതേപോലെ കാസറോളിലേക്ക് ഇട്ട് വെച്ചത്. അല്ലാതെ നമ്മൾ അപ്പം തന്നെ പരത്തുകയാണെങ്കിൽ കാസറോളൊന്നും ഇട്ട് വെക്കണം എന്നില്ല. അല്ലാതെ ഇതിങ്ങനെ പുറത്ത് ചെയ്ത് വെച്ചാൽ ഇത് പൊടി ഡ്രൈ ആയി പോകും. അതുകൊണ്ടാണ് ഇങ്ങനെ കാസറോളിട്ട് അടച്ച് വെക്കുന്നത്. അപ്പോൾ വിചാരിച്ചു നിസ്കരിക്കാൻ പോകുന്നതിന് മുന്നേ ഇതാ പൂരിക്കും കൂടി ഒന്ന് കുഴച്ച് വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ ഞാൻ പൊടികളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. 1 കപ്പ് മൈദ, 1 കപ്പ് ആട്ട, അതേപോലെ തന്നെ 1/4 കപ്പ് റവ, അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിലും അതേപോലെ ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. അതിനുശേഷം ചെറിയ ചൂടുള്ള വെള്ളം, നമുക്ക് കൈയൊന്നും പൊള്ളാത്ത ആ ഒരു ചൂട് മതിയിട്ട് വെള്ളത്തിന് അത് ഒഴിച്ചിട്ട് കുഴച്ചെടുക്കുക. ഒരുപാട് ഒരുമിച്ച് ഒഴിക്കേണ്ട, കുറേശ്ശെയായിട്ട് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക കേട്ടോ. ഒരുപാട് ലൂസായി പോകരുത് കുഴക്കുമ്പോൾ, പക്ഷേ നന്നായിട്ട് സോഫ്റ്റ് ആവും വേണം. അപ്പോൾ ഞാൻ നന്നായി സോഫ്റ്റായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതും നമുക്ക് അടച്ച് വയ്ക്കാം. ഇനിയിപ്പോൾ ഞാൻ നിസ്കാരമൊക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷമാണ് കേട്ടോ കാണിക്കുന്നത്. പത്തിരി പരത്തുന്നും ചുടുന്നൊക്കെ ഒരുമിച്ചുണ്ട്. എനിക്കിങ്ങനെ ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ പത്തിരിപ്പണി തീരുന്ന പോലെ തോന്നും കേട്ടോ. മറ്റത് നമ്മളാകെ മുഴുവനായിട്ട് പരത്തിയെടുക്കും, എന്നിട്ട് പിന്നെ ചുട്ടെടുക്കാൻ സമയം കണ്ടെത്തും. അങ്ങനെ ആകുമ്പോൾ ഒരുപാട് സമയം പിടിക്കുന്ന പോലെ തോന്നും. ഇങ്ങനെ ചെയ്തതിന് ശേഷം എനിക്ക് പെട്ടെന്ന് തന്നെ പത്തിരിപ്പണി തീരുന്ന പോലെ തോന്നേ. അതിനുശേഷം ഞാൻ ഇങ്ങനെ തന്നെ കേട്ടോ ചെയ്യുക. അപ്പോൾ ഏകദേശം പത്തിരി ചുട്ട് കഴിയാനായിട്ടുണ്ട്. അപ്പോഴേക്ക് നമ്മുടെ ബീഫൊക്കെ വെന്തിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ആ സമയത്ത് സമൂസക്ക് വേണ്ടിയിട്ട് കടല അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, പട്ടാണി. അപ്പോൾ അത് എനിക്ക് അനീഫ്ക്കയാണ് അധികം സമൂസക്ക് ചുറ്റിത്തരിക. അപ്പോൾ ഞാൻ മസാല ഉണ്ടാക്കുന്നതിൻ്റെ ഇടയിൽ എനിക്കിങ്ങനെ ഓരോരോ ഹെൽപ്പ് ചെയ്ത് തരുന്നുണ്ട് കേട്ടോ. ഇവിടെ വീട്ടിലുണ്ടാകുമ്പോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തു തരും.
അതുപോലെ തന്നെ ഇതാ ഈ സവാളൊക്കെ എനിക്ക് അരിഞ്ഞ് വെച്ചതാണ്. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെറിയ ചെറിയ ഹെൽപ്പ് അവർ ചെയ്തു തരുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ ഒരു പെട്ടെന്ന് പണി തീരുന്ന പോലെ തോന്നുക. അധികം ഇവിടെ ഉണ്ടാവാറില്ല, ട്രിപ്പ് പോവും. ഇവിടെ ഉണ്ടാവുന്ന സമയത്ത് ഇങ്ങനെയൊക്കെ ചെയ്തു തരും. അങ്ങനെ ഇതാ ഞാൻ പത്തിരിയും ചുട്ടെടുക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ഇതാ ബീഫ് നേരത്തെ ഒരു പകുതി വേവായി വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് ഇതാ ഒരു സവാള അതുപോലെ തന്നെ ഒരു തക്കാളി ഇട്ട് കൊടുക്കുന്നുണ്ട്. അത്യാവശ്യം വലിയ സവാളയും തക്കാളിയായിരുന്നു കേട്ടോ, അതുകൊണ്ടാണ് ഓരോന്ന് ഇട്ട് കൊടുത്തത്. ഇനി ഇതാ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. രണ്ടും കൂടെ 1 ടീസ്പൂൺ മതിയാവും കേട്ടോ, കാരണം കുറച്ച് ബീഫേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ ഏകദേശം ഒരു 1/2 കിലോയിലും താഴെയാണ് എന്നും എടുക്കുക. ഒരുപാട് എടുത്താൽ പിറ്റേന്നേക്ക് നമുക്ക് ബാക്കി ഉണ്ടായാലും പിന്നെ ഒന്നും പറ്റൂലല്ലോ, അതുകൊണ്ട് തന്നെ കുറച്ചാണ് എടുക്കുക. പിന്നെ അതേക്ക് അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും 1 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി അതേപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കണേ. അതിന് ശേഷം നമുക്ക് അത് നന്നായി മിക്സ് ആക്കിയിട്ട് കുക്കർ അടച്ച് വെച്ചിട്ട് ഒന്നും കൂടെ ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ. നല്ല ടേസ്റ്റാണ് ഈ ബീഫ് കറിക്ക്. നമുക്ക് പത്തിരീൻ്റെ കൂടെ അതേപോലെ തന്നെ പൂരിൻ്റെ കൂടെയൊക്കെ ഒരുപാട് നല്ല ടേസ്റ്റാണ്. അങ്ങനെ ഈ കുക്കർ അടച്ച് വെച്ചിട്ട് നമുക്ക് ഒന്നും കൂടെ ഒന്ന് വേവിച്ചെടുക്കണം. നമ്മൾ നേരത്തെ മുട്ട അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അതൊക്കെ നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുത്തു. ഇനി അതിലേക്കൊരു ഫില്ലിങ് തയ്യാറാക്കണം. അതിനായിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ബീഫിൻ്റെ കുക്കർ ഞാൻ അപ്പുറത്തെ അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതാ പാൻ ചൂടായി വന്നപ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് അതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും അതുപോലെ തന്നെ 3-4 അല്ലി വെളുത്തുള്ളി, ഒരു പച്ചമുളക് അത് ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അത് ചെറുതായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം അതിലേക്ക് ഞാൻ ഏകദേശം ഒരു 2 സവാള, ചെറിയ 2 സവാളയായിരുന്നു, അത് കൊത്തി അരിഞ്ഞതാണ് കേട്ടോ, അതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഒരുപാട് സമയം വഴറ്റണ്ടേ, ചെറുതായിട്ടൊന്ന് സോഫ്റ്റായി കിട്ടിയാൽ മതി. ഇതാ നമ്മുടെ മുട്ട ഞാൻ ഒക്കെ തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ സവാള സോഫ്റ്റ് ആവുന്ന സമയം കൊണ്ട് നമുക്ക് ആ മുട്ട ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കാം കേട്ടോ. ഇതാ ഞാനെല്ലാം ഇങ്ങനെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോഴേക്ക് നമ്മുടെ സവാളൊക്കെ നന്നായിട്ട് സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതാ കണ്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കണം. ഒരുപാടൊന്നും വേണ്ട കേട്ടോ, കുറച്ച് മതി. നമ്മളെന്തായാലും നോമ്പ് തുറക്കുന്ന സമയത്ത് എന്ത് സ്നാക്ക് ഉണ്ടാക്കുകയാണെങ്കിലും ഒരുപാട് മസാലപ്പൊടികളൊന്നും ചേർത്ത് കൊടുക്കണ്ടേ, ഒക്കെ കുറച്ച് മതി ഏതൊരു സ്നാക്കിലേക്കായാലും. അപ്പോൾ ആ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടിയും അതുപോലെ തന്നെ ഇതാ കുറച്ച് നിങ്ങൾ കാണുന്നുണ്ടാവും അത്രയും കുരുമുളക് പൊടിയും അതുപോലെ തന്നെ ഇതാ ഒരു 1/4 ടീസ്പൂണിന് താഴെയായിട്ട് ഗരം മസാലപ്പൊടി. ഇത്രയും മസാലപ്പൊടികളാണ് ഞാൻ ചേർക്കണുള്ളൂ. ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. ആ പൊടിയുടെ പച്ചമണക്കൊന്ന് മാറുന്നത് വരെ ഒന്ന് മിക്സാക്കി എടുക്കുക. അപ്പോൾ നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ മസാല ഞാൻ ഇതാ ഇതുപോലെ ഒരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ജസ്റ്റ് ചൂടാറിയതിന് ശേഷമാണ് ഇനി നമുക്ക് മുട്ടയുടെ മഞ്ഞക്കറി ഇതാ ഇതുപോലെ ഒന്ന് പൊടിച്ചിട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. കൈ വെച്ചിട്ട് തന്നെ ചെയ്യുക, അപ്പോഴാണ് ഈ മസാലയിൽ നന്നായിട്ട് മിക്സ് ആവുള്ളേ. നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കുക കേട്ടോ. അങ്ങനെ അതിന് ശേഷം ഇതാ ഇതുപോലെ ചെറിയ ചെറിയ ഉരുളകളാക്കിയിട്ട് ഇതാ ഇതിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുക്കുക. ഇതാ ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കുക. നല്ല ടേസ്റ്റ് ആയിരുന്നിട്ട് അത് കഴിക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഞാനിത് മൈദയിൽ മുക്കുമ്പോൾ ഒരുപാട് തിക്കുള്ള മൈദയിൽ മുക്കുന്നില്ല, അങ്ങനെയും ചെയ്യാം. പക്ഷേ ഞാൻ അപ്പുറത്ത് മൈദ കലക്കി വെച്ചിട്ടുണ്ട്. ഞാൻ ഒരു 1/2 കപ്പ് മൈദയിൽ 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഇതാ ഒരു ബാറ്റർ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അതിൽ കുറച്ച് ഉപ്പും കൂടെ ഇട്ടിട്ട് മാത്രമേ ഉള്ളൂ, വേറൊന്നും അതിൽ ചേർത്തിട്ടില്ല. അപ്പോൾ ആ മുട്ടയിലൊക്കെ ഫില്ലിങ്സൊക്കെ വെച്ചിട്ട് അവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ പൂരിയും കൂടെ ഒന്ന് റെഡിയാക്കി എടുക്കാം, കാരണം എല്ലാത്തിനും കൂടെ ഒരു ഓയിൽ ചൂടാക്കിയാൽ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ട്. ഈ സമയം എനിക്ക് ഹനീഫ സമൂസ അവിടെ ചുറ്റി തരുന്നുണ്ട്. അതിൻ്റെ മസാല ഉണ്ടാക്കുന്നതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല, കാരണം ഈ എഗ്ഗ് ബജിൻ്റെ റെസിപ്പി എടുക്കുന്നതുകൊണ്ട് തന്നെ പിന്നെ സമൂസൻ്റെ ഫില്ലിംഗ് ഒന്നും റെഡിയാക്കുന്നത് ഞാൻ എടുത്തിട്ടില്ല. അപ്പോൾ അതാ ഞാൻ വിചാരിച്ചു സമൂസയും പൂരിയും അതുപോലെ തന്നെ ഈ എഗ്ഗ് ബജിയൊക്കെ ഒരൊറ്റ ഓയിൽ ചൂടാക്കുമ്പോൾ ഒരുമിച്ച് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഒക്കെ റെഡിയാക്കുകയാണ്. അപ്പോൾ അതാ ഞാൻ ആദ്യം ഉണ്ടാക്കുന്നത് പൂരിയാണ്. പൂരി ഫ്രൈ ചെയ്ത് അതേ ഓയിലിൽ തന്നെ നമുക്ക് ഈ സ്നാക്കുകളൊക്കെ റെഡിയാക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഞാൻ ആ ഓയിൽ അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പരത്തുന്ന പൂരി അപ്പം തന്നെ ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ആ ഓയിൽ നന്നായി ചൂടായതിന് ശേഷം വേണം പൂരി അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ പറഞ്ഞില്ലേ എങ്ങനെ ചെയ്താൽ തീരെ എണ്ണ കുടിക്കില്ല, അതുപോലെ തന്നെ നന്നായിട്ട് പൊള്ളിക്കിട്ടും ചെയ്യും. കണ്ടോ, അങ്ങനെ ഞാൻ പൂരിയെല്ലാം ഇതുപോലെ എല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടോ, തീരെ എണ്ണ കുടിച്ചിട്ടില്ല, നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. അപ്പോൾ ഇനി അതിന് ശേഷം ഞാൻ സമൂസ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് കേട്ടോ. കണ്ടില്ലേ, ഞാൻ വീണ്ടും ഇതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടില്ല, നേരത്തെ ഒഴിച്ച ഓയിൽ അതേപോലെ തന്നെ ഉണ്ട്. പൂരി തീരെ എണ്ണ കുടിച്ചില്ല എന്നുള്ളതിന് ഒരു തെളിവാണിട്ടത്. ഇനി ഞാൻ സമൂസ എനിക്ക് ഹനീഫ്ക്കൊക്കെ ചുറ്റി തന്നിട്ടുണ്ട്. ഇങ്ങനെ ചെയ്യുമ്പോൾ എൻ്റെ പണി പെട്ടെന്ന് കഴിയും കേട്ടോ, കാരണം സ്നാക്ക് ഉണ്ടാക്കലൊക്കെ.
പിന്നെ അധികം ഒരു ദിവസം ഒരു സ്നാക്ക് മാത്രമേ ഉണ്ടാക്കാറുള്ളൂ. അപ്പോൾ പിന്നെ ഇന്നിപ്പോൾ ഈ മുട്ട ബജിയും കൂടെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് 2 ആക്കിയതാണ്. അധിക ദിവസവും 1 ഐറ്റംസ് മാത്രമേ ഉണ്ടാക്കാറുള്ളൂ. കാരണം എന്നും ഇങ്ങനെ ഈ ഓയിലിൽ ഫ്രൈ ചെയ്തൊക്കെ ഇങ്ങനെ കഴിക്കേണ്ടെന്ന് വിചാരിച്ചിട്ടേ. പിന്നെ അതേപോലെ തന്നെ ഒരുപാട് എണ്ണം ഉണ്ടാക്കില്ല. പക്ഷേ ഇന്നിപ്പോൾ ഞാൻ സമൂസ കുറച്ചധികം മസാല ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അതുകൊണ്ട് അതാണ് മുഴുവനായിട്ട് ഉണ്ടാക്കി. അതാണ് കേട്ടോ. പിന്നെ അതേപോലെ തന്നെ മുട്ട ബജിയൊക്കെ ആളെണ്ണം 2 ഉണ്ടാവുള്ളൂ. ഒരു മുട്ട വെച്ചിട്ട് 2 ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഞാൻ 6 മുട്ട വെച്ചിട്ട് 12 കേട്ടോ ചെയ്തെടുത്തത്. അപ്പോൾ ഇതേപോലെ ഇത്രയും ലൂസ് ഉണ്ടായിരുന്നു കേട്ടോ എൻ്റെ മൈദൻ്റെ മാവ്. ഞാൻ മുക്കുന്നത് കണ്ടില്ലേ? അത് ചൂടായ എണ്ണയിലേക്ക് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. പിന്നെ ഒരു കാര്യം, ഇത് എണ്ണയിലേക്ക് ഇടുമ്പം മുട്ടയല്ലേ ചെറുതായിട്ടൊന്ന് പൊട്ടിത്തെറിക്കുക. അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ മൈദയിൽ 1 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും കൂടെ ചേർത്തിട്ടൊന്ന് മിക്സാക്കി എടുത്താൽ ഇതേപോലെ ഉണ്ടാവില്ല, പൊട്ടിത്തെറിക്കില്ല. പക്ഷെ ഞാൻ മൈദ മാത്രമായിട്ട് വെച്ചിട്ട് ചെയ്തെടുത്തത്. പക്ഷേ അതും ഇതുപോലെ നമ്മൾ ഒന്ന് എണ്ണ ചൂടായിട്ട് അത് ഒന്ന് തീ കുറച്ച് വെച്ചിട്ട് ചെയ്തെടുത്താലും ഇതേപോലെ പൊട്ടിത്തെറിക്കില്ല. തീ കൂട്ടി വെച്ചാലാണ് കേട്ടോ അങ്ങനെ ഉണ്ടാവുക. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ ഞാൻ സ്നാക്കൊക്കെ റെഡിയാക്കുന്ന സമയത്ത് തന്നെ ഇവർ ജ്യൂസൊക്കെ അടിച്ചിട്ടുണ്ടായിരുന്നു. നിതും അനീഫ്ക്കായും കൂടെ ഇന്ന് വത്തക്ക ജ്യൂസും അതുപോലെ തന്നെ ലൈമും ഒക്കെ കൂടെ ആയിട്ട് ജ്യൂസൊക്കെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ സ്നാക്കൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇന്ന് ഞാൻ നോമ്പ് തുറക്കുന്നതിന് കുറച്ച് മുമ്പേ എൻ്റെ പണികളൊക്കെ തീർന്നിട്ടുണ്ട് കേട്ടോ. അതേപോലെ തന്നെ നമ്മുടെ ബീഫ് കറി എന്ന് പറഞ്ഞില്ലേ, ഞാനിതാ കണ്ടോ, ഞാനിത് ചെറിയുള്ളി ഉപയോഗിച്ചിട്ട് വറവിട്ടതാണ്. നല്ല ടേസ്റ്റാണ് അത് കഴിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ പത്തിരി, പിന്നെ പൂരി, പിന്നെ സമൂസ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഇന്ന് 1-2 ജ്യൂസുകൾ എക്സ്ട്രാ അടിച്ചിട്ടുണ്ടായിരുന്നു. പൈനാപ്പിൾ ഇട്ടിട്ട് ഒരു ലൈമും പിന്നെ അതേപോലെ തന്നെ സാധാ ലൈമും. നിതുവിന് എന്തെങ്കിലും ഫ്രൂട്ട്സ് ഇട്ട് ലൈം അടിച്ചാലൊന്നും പറ്റൂലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവന് വേണ്ടി മാത്രം ഒന്നും ഫ്രൂട്ട്സ് ഇടാതെ അടിച്ചതാണ്. പിന്നെ പൈനാപ്പിൾ ലൈമും പിന്നെ വാട്ടർ മെലൺ ജ്യൂസും ഇത്രയാണ് ഉണ്ടാക്കിയത്. അപ്പോൾ പിന്നെ ഏകദേശം ബാങ്ക് കൊടുക്കാൻ സമയമായി. പിന്നെ നോമ്പ് നോറ്റിയില്ലെങ്കിലും അച്ചുഷിനും മുന്നിൽ തന്നെ ഉണ്ടാവും കേട്ടോ. അച്ചു ഒക്കെ മേലെയിട്ടൊക്കെ നോമ്പ് തുറക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ഷിനു പിന്നെ എന്നും നോമ്പ് നോക്കാറില്ല. ചില സമയത്ത് 1.5 നോമ്പ് നോക്കും, അല്ലെങ്കിൽ പിന്നെ 2 ദിവസമൊക്കെ കഴിയുമ്പോൾ. കാരണം നല്ല ചൂടല്ല, അതുകൊണ്ട് തന്നെ നോമ്പ് നോറ്റാൽ നല്ല ക്ഷീണമാണ് അവൾക്ക്. അപ്പോൾ പിന്നെ എന്നും നോമ്പൊന്നും നോക്കിച്ചിട്ടില്ലേ. അങ്ങനെ ബാങ്കൊക്കെ കൊടുത്തതാ എല്ലാവരൊക്കെ നോമ്പ് തുറന്നു. അപ്പോൾ ഇന്ന് നോമ്പ് തുറന്നതൊക്കെ വരെയുള്ള വീഡിയോ ഉള്ളൂ. പിന്നെ അതിന് ശേഷം വീഡിയോ എടുത്തിട്ടില്ല. പിന്നെ നിസ്കാരവും ഖുർആനോത്തൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ക്ലീനിങ്ങിൻ്റെ പരിപാടിക്കൊക്കെ നിന്നു. അതൊന്നും പിന്നെ വീഡിയോ എടുത്തിട്ടില്ല. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം.